ഡേറ്റിംഗ് ഇന്ന് സർവ്വസാധാരണമാണ്. എന്നാൽ ഡേറ്റിംഗ് രീതികളിലും വലിയ മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴിതാ പുതിയൊരു ഡേറ്റിംഗ് രീതിയാണ് സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. അഫോ ഡേറ്റിംഗ് എന്നാണ് ഇതിന്റെ പേര്. പോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ഡേറ്റിംഗ് രീതിയാണിത്. സാമ്പത്തിക കാര്യങ്ങൾക്കാണ് ഈ ഡേറ്റിംഗ് രീതി മുൻഗണന നൽകുന്നത്. ഡേറ്റിംഗിനിടെ തന്റെ സമ്പാദ്യത്തെക്കുറിച്ചും ബജറ്റിനെക്കുറിച്ചും പങ്കാളിയോട് വെളിപ്പെടുത്തുന്ന രീതിയാണ് അഫോ ഡേറ്റിംഗ്. പങ്കാളികളുടെ സാമ്പത്തിക അവസ്ഥ തുറന്നു പറയുകയും അതിനനുസരിച്ചുള്ള ചെലവാക്കലുമാണ് ഈ ഡേറ്റിംഗ് രീതിയുടെ പ്രത്യേകത. ഇതിലൂടെ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുവാനും അധികം പണച്ചെലവുള്ള ഡേറ്റിംഗ് രീതികൾ ഒഴിവാക്കാനും സാധിക്കും. മാത്രമല്ല, ബന്ധങ്ങളിൽ കൂടുതൽ സത്യസന്ധത പ്രകടമാകുമെന്നും പറയുന്നു. തങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ഇരുവർക്കും അറിയാവുന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും യാത്രകൾ ചെയ്യുമ്പോഴും താങ്ങാവുന്ന രീതിയിൽ ബജറ്റ് പ്ലാൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. സാമ്പത്തിക പിരിമുറുക്കങ്ങളോ തെറ്റിദ്ധാരണകളോ ഇല്ലാതെ റിയലിസ്റ്റിക്കായി മുന്നോട്ടു പോകുവാൻ കഴിയും. ഉള്ളതുകൊണ്ട് ജീവിക്കാമെന്ന ആശയത്തിലേക്ക് എത്താനും ഈ ഡേറ്റിംഗ് രീതി കൊണ്ട് സാധിക്കും. പ്രണയത്തിൽ ആഡംബര യാത്രകളോ വില കൂടിയ സമ്മാനങ്ങളോ ഉണ്ടായിരിക്കണമെന്ന സങ്കല്പങ്ങളോട് ഗുഡ് ബൈ പറയുന്നതാണ് ഈ ഡേറ്റിംഗ് രീതി. ഫ്രീ ടിക്കറ്റ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക, വീട്ടിൽ പാചകം ചെയ്യുക, ഇവയൊക്കെ ഇതിന്റെ ഭാഗമാണ്. നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഒരുപക്ഷെ വായ്പ എടുത്തിട്ടായിരിക്കും കോളേജ് ഫീസ് അടയ്ക്കുക. അപ്പോൾ പങ്കാളിക്ക് കൂടുതൽ വിലയുള്ള സമ്മാനങ്ങൾ വാങ്ങി നൽകാൻ കഴിഞ്ഞുവെന്ന് വരില്ല. സാമ്പത്തിക നിലയെക്കുറിച്ച് പങ്കാളിയോട് ആദ്യം തന്നെ വ്യക്തമാക്കുമ്പോൾ കൂടുതൽ മുൻവിധിയില്ലാതെ പങ്കാളിയെ സ്നേഹിക്കാൻ കഴിയും. പ്രണയത്തിലായ രണ്ടുപേരും പരസ്പരം സാമ്പത്തിക ചുറ്റുപാടുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് തങ്ങളുടെ സ്നേഹബന്ധങ്ങളിൽ ഊന്നൽ നൽകാൻ സഹായിക്കും. ഇരുവർക്കും തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി പരസ്പരം സ്നേഹത്തോടെ മുന്നോട്ടു പോകാൻ കഴിയുമെന്നതാണ് ഈ ഡേറ്റിംഗിന്റെ പ്രത്യേകത.